ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ്. അതായത് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം. അത് സ്വന്തം കുടുംബത്തിൽ നിന്നോ, ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നോ, സുഹൃത്തുക്കളിൽ നിന്നോ, അതുപോലെ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുകയോ ചിട്ടിയടിക്കുകയോ, അതുമല്ല എങ്കിൽ അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം എല്ലാ സാധാരണക്കാരായ എല്ലാ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം നിത്യ വരുമാനം കൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകാം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങുക, സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെയൊക്കെ വിവാഹം നടക്കുന്നതിനുള്ള ചിലവുകൾ, അതൊക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ ലോട്ടറിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഈ കൊല്ലവർഷം 1202 ചിങ്ങമാസത്തിൽ അപ്രതീക്ഷിതമായി ധനാഗമന യോഗം ഉള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്തത്. അത് പ്രധാനമായിട്ട് 4 രാശിക്കാർക്കാണ് ആ ഭാഗ്യം ഉള്ളത്. അതായത് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്കും, അതുപോലെ തന്നെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്കും, വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാർക്കും, അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നീ നക്ഷത്രക്കാർക്കും, അങ്ങനെ ഉള്ള 12 നക്ഷത്രക്കാർക്ക് 4 രാശികളിലായിട്ട് 3 നക്ഷത്രങ്ങൾ, അവർക്കാണ് ഈ ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ധനാഗമന യോഗം ചിങ്ങമാസത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഭാഗ്യം കൂടി ഗ്രഹനില നോക്കി, അതിന് ഗ്രഹനില പ്രകാരമൊക്കെ കൂടുതൽ ഭാഗ്യമുള്ളവർക്ക് വലിയ തുകകളും, എന്നാൽ ഭേദമായ തുകകളൊക്കെ അടിക്കുന്നുണ്ടല്ലോ. 1-ാം സമ്മാനം മാത്രമല്ല, 2-ാം സമ്മാനമുണ്ട്, 3-ാം സമ്മാനമുണ്ട്. ഒരു മാസത്തിൽ തന്നെ ദിവസവും നറുക്കെടുപ്പുണ്ട്. അതൊക്കെ അടിക്കുവാൻ നിങ്ങൾക്കും യോഗമുണ്ടോ, ഭാഗ്യമുണ്ടോ, അത് കൈകാര്യം ചെയ്യുവാൻ, ജീവിതത്തിൽ ഒരു പുരോഗതി വന്നു ചേരുവാൻ അത് നിങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. ഒരുപാട് ലോട്ടറി എടുക്കണം എന്നല്ല, എന്നെ ആർക്ക് വേണേലും ആക്ഷേപിക്കാം. അതായത് ലോട്ടറി കടയുണ്ടോ എന്തെല്ലാമാണ് കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഇത് ഓരോ വ്യക്തികളുടെയും നന്മയ്ക്കായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു ലോട്ടറി എടുത്ത് അടിക്കുവാൻ ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അതിന് എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ഭാഗ്യം വന്ന് നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഈ കൊല്ലവർഷം 1202 ചിങ്ങമാസത്തിൽ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.